ദുരന്ത ഭൂമിയിൽക്ക് സമീപം ഏറ്റവും കൂടുതലായി ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഭക്ഷണപ്പുരയായിരുന്നു ഇത്. കള്ളാടി മഖാം എന്ന സ്ഥലത്താണ് നാദാപുരത്തു നിന്നുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ വൈറ്റ് ഗാർഡ് സേനാംഗങ്ങൾ ഇത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്തത്. 3 നേരമായി ഒരു ദിവസം ചുരുങ്ങിയത് 6000-നും 10,000-നും ഇടയ്ക്ക് ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാണ് ഇവർ കണക്ക് തന്നെ പറയുന്നത്. വളരെ രുചികരമായ ഭക്ഷണങ്ങളാണ് ഇവിടെ വിതരണം ചെയ്തിരുന്നത് എന്നതുകൊണ്ട് തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ, പട്ടാളം, പോലീസ്, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരെല്ലാം ഇവിടെ വന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത്. എന്നാൽ സർക്കാരിന്റെ പുതിയ തീരുമാനം മൂലം ഈ ഭക്ഷണ വിതരണ സംവിധാനം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇതിന്റെ ഭാരവാഹികളുള്ളത്. സർക്കാർ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത്തരം ഇടങ്ങളിൽ ഇനി ഭക്ഷണം നൽകാൻ കഴിയില്ല. സർക്കാരിന്റെ കേന്ദ്രീകൃത അടുക്കളയിൽ നിന്ന് മാത്രമേ ഇത്രയും ഭക്ഷണം നൽകാൻ കഴിയുള്ളൂ. എന്നാലും ഇതിന്റെ സംഘാടകർ തന്നെ നമുക്കൊപ്പമുണ്ട്. എന്താണ് ഒരു പുതിയ സാഹചര്യം? നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലല്ലേ? സാഹചര്യം കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞങ്ങൾ ഇത് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുവരികയാണ്. രാവിലെ 5 മണി മുതൽ, നേരത്തെ സൂചിപ്പിച്ചിരുന്നു, രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ 3 നേരം ഭക്ഷണം കൃത്യമായിട്ട് ഞങ്ങൾ വിതരണം ചെയ്യുകയും ഇവിടെ വെച്ച് സെർവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു ബോധ്യമായൊരു സംഗതി, ഞങ്ങളിത് തുടങ്ങിയത് ഇത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഗതി തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം റെസ്ക്യൂ ഓപ്പറേഷൻ പോകുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അവിടെ ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അത് ഇന്നും സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഒരുപാട് ആളുകൾക്ക് മലമുകളിൽ രക്ഷാദൌത്യത്തിന് പോയ ആളുകൾക്ക് ഭക്ഷണം എത്തിയിട്ടില്ല, സന്നദ്ധ പ്രവർത്തകർ എത്തിയിട്ടില്ല, ഒട്ടുമിക്ക ഓഫീസേഴ്സിനും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു ധാരണ. ഇന്ന് ഞങ്ങളുടെ വണ്ടി മലമുകളിലോട്ട് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ തടയാണ് ചെയ്തത്. അപ്പം ചോദിച്ച കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞത്, ഇനി നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല, റവന്യൂ വകുപ്പിന്റെ ഫുഡ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള മെമ്പർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നാട്ടിലെ മെമ്പർ. അദ്ദേഹം കുറച്ച് അവരോട് കയർത്ത് സംസാരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനുശേഷം ഞങ്ങളെ വണ്ടി അവർ വിട്ടു. ഞങ്ങൾ അവിടെ സപ്ലൈ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് ശേഷം ഞങ്ങളെ വണ്ടി അവിടെ തടഞ്ഞു. ഒരു പോലീസ് ഓഫീസർ ഞങ്ങളുടെ വണ്ടിയിൽ കയറി ഞങ്ങളെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞങ്ങൾ DIG തോംസൺ ജോസ് സാറിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം ഇനി ഇവിടെ ഇല്ല, നിങ്ങൾ ഇനി ഇവിടെ ഫുഡ് സപ്ലൈ ചെയ്യരുത്, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ശ്രമിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്തൊരു സ്ഥിതി വിശേഷം ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാരുടെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. എത്രത്തോളം ഈ രക്ഷാദൌത്യം ഇവിടെ നിലനിൽക്കുന്നുവോ അത്രത്തോളം ഞങ്ങളുടെ സേവനം ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇനി നിങ്ങൾ നിയമവശത നിങ്ങൾ ഞങ്ങളോട് ഇനി തുടരാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ നിർദ്ദേശമെങ്കിൽ ഓഫ് കോഴ്സ് ഞങ്ങൾ നിങ്ങളുടെ നിയമത്തെ ധിക്കരിച്ചിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഏതായാലും ഇല്ല. നിങ്ങൾ എന്താണ് നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശം ഞങ്ങൾ ശിരസാ വഹിച്ച് ഞങ്ങളത് പാലിക്കുന്നതാണ്. ഞങ്ങൾ ഇന്ന് തന്നെ നിർത്താൻ തയ്യാറാണ്. അപ്പം ഇതൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കിയ ചില വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചതാണ് ഞങ്ങളെ പ്രയാസപ്പെടുത്തിയത്. അതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, ഇവിടെ സന്നദ്ധ പ്രവർത്തനത്തിന് വരുന്ന ഞങ്ങളുടെ ഓഫീസേഴ്സ്, ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, ഇവിടെ ഈ സേനകൾ, മിലിറ്ററി സേന, അവർക്കൊന്നും ഞങ്ങളടക്കമുള്ള ആളുകൾക്കൊന്നും ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല പുല്ലുമില്ല എന്നുള്ള ഒരു മോശമായ ഒരു രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അത് അദ്ദേഹത്തിന് കേരളത്തിന്റെ DIG ആയ സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിക്കാത്ത വാക്കുകളാണ്. അതും നമുക്ക് മറന്നു കളയാം. പക്ഷെ അതിനേക്കാൾ കടന്ന് ചില വാക്കുകൾ അദ്ദേഹത്തെ ഉപയോഗിച്ചത്, അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഇപ്പൊ JCB ആണ് പണിയെടുക്കുന്നത്. ഈ JCB പണിയെടുക്കുമ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇവിടെ വന്നിട്ട് വടിയും കുത്തിയിട്ട് നോക്കി നിൽക്കുന്ന ഒരു പണിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യേണ്ട പണിയൊന്നും കടമയൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ JCB വന്നത് 2 ദിവസം മുന്നേ അല്ലേ? അതിനു മുന്നേ 3-4 ദിവസത്തോളം ഇവിടെ ഈ സന്നദ്ധ പ്രവർത്തകർ അവരുടെ ജീവൻ പണയം വെച്ച് കഠിനാധ്വാനം ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഡെപ്ത് എത്രത്തോളമാണെന്ന് സാറിന് ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ച് അതിനെ തള്ളിക്കളഞ്ഞിട്ട് അത് പോവുകയാണ് ചെയ്തത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ
ഈ സന്നദ്ധ പ്രവർത്തകർ എല്ലാ വിഭാഗം ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത എല്ലാ സന്നദ്ധ പ്രവർത്തകരും അവിടെ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യമായ സംഗതിയാണ് എങ്ങനെയാണ് അവരെ പണിയെടുത്തതെന്നുള്ളത്. അവരെ ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത് വളരെയധികം പ്രയാസമുണ്ടാക്കി. അത് മാത്രമേ ഉണ്ടായത്. ഏതായാലും ഇന്ന് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം നിർദ്ദേശത്തെ പ്രകാരം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഒരു ദിവസം 10,000-ഓളം ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 10,000-ന്റെ മേലെ ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 4 ദിവസമായി. 4-ാം ദിവസം 5-ാം ദിവസമാണ് ഞങ്ങൾ നിർത്തുന്നത്. ഇന്ന് രാത്രി ഡിന്നറോടുകൂടി ഞങ്ങൾ അവസാനിപ്പിക്കും. നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ക്ലോസ് ചെയ്ത് പോവുകയാണ്. അത് ഇവിടെയുള്ള നാട്ടുകാരെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് പ്രതിഷേധമുണ്ട്. പക്ഷേ വേറെ നിവൃത്തിയില്ല. ഞങ്ങൾക്ക് നിയമം പാലിച്ചേ മതിയാവും. ഇതിവിടെ നിലനിൽക്കണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഒരു ദിവസം 8,000-10,000 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരാൾക്കും സാധിക്കാത്തൊരു സംഭവമാണ്. അതിവിടെ നിലനിൽക്കണം. തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്തു പോകണം. രക്ഷാപ്രവർത്തനം എത്ര ദിവസത്തോളം നീണ്ടു പോകുന്നു അത്ര ദിവസത്തോളം ഇവിടെ ഭക്ഷണം ആളുകൾക്ക് നിർബന്ധമായിട്ടും വേണം. ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങൾ പോലും അറിയാത്ത ആളാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. ചൂരൽമല അത് ബാധിക്കപ്പെട്ട ദശ എന്റെ ഫാമിലിയിൽ ഏകദേശം 10-40 ആളുകൾ മിസ്സിംഗ്. ഞങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. ഇവരൊക്കെ ഒരുപാട് ലോങ് നിന്ന് വന്നിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ ഭക്ഷണവും കാര്യങ്ങളും ഒതുക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ച് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ, പോലീസ് അവർ വന്നിട്ട് പറയുന്നത് ഈ ഫുഡൊക്കെ ഇവിടെ നിന്നെടുത്ത് ഒഴിവാക്കണം, ആർക്കും കൊടുക്കരുത്. അപ്പൊ സാറേ ഞങ്ങൾ പോലീസുകാർക്കടക്കം ഫുഡ് കൊടുക്കുന്ന വെച്ചാൽ അവരൊക്കെ 2 ദിവസം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഇതൊക്കെ ഇവിടെ എടുത്ത് പോകണം എന്ന് പറയണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറലോകമായിട്ട് വരുന്നത്. ഇവരാരും ഇവരെ സ്വന്തം ഒന്നും മോഹിച്ച് വരുന്നതല്ല, മറ്റുള്ളവർക്ക് സഹായമായിട്ട് വരുന്നത്. അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ പുറലോകത്ത് അതിനു വേണ്ടത് അറിയിക്കണം നിങ്ങൾ. എന്തായാലും ഈ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. കാരണം പുറത്തു നിന്നൊക്കെ ആളുകൾ നിലവാരമില്ലാത്ത ഭക്ഷണവുമായി വഴിനീളെയൊക്കെ നടന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനെന്ന പേരിൽ മുഴുവൻ സന്നദ്ധ പ്രവർത്തകരും 1-2 ഇടങ്ങളിലാണ് വളരെ വൃത്തിയായി ഭക്ഷണം നൽകുന്നത്. അതുകൂടി ഇല്ലാതാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന കാര്യമാണ് ആ സർക്കാർ ആലോചിക്കേണ്ടത്. എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഈ അടുക്കളകളും പൂട്ടുന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തണമെന്ന ആവശ്യമാണ് ഈ നാട്ടുകാരടക്കം മുന്നോട്ട് വയ്ക്കുന്നത്.